എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബ്ലഡ് കൊടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കൊടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥ നിങ്ങൾക്കറിയാം, വല്ലാത്ത ചൂട് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്കാണെങ്കിൽ തന്നെ വല്ലാത്ത ക്ഷീണവും ഒക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ പഴയ പോലെ ബ്ലഡ് കൊടുക്കാനായിട്ട് ഈ കാലഘട്ടത്തിൽ ആരും പോകുന്നില്ല. പോകുന്ന ആളുകളുണ്ട്, പക്ഷെ ബ്ലഡ് കിട്ടാനായിട്ട് വലിയ ഒരു ക്ഷാമം ഇപ്പോൾ നേരിടുന്നുണ്ട്. എവിടെ? നമ്മുടെ മെഡിക്കൽ കോളേജിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ, അതുപോലെ പല സ്വകാര്യ ആശുപത്രികളൊക്കെ തന്നെ ബ്ലഡ് വളരെ ആവശ്യമായി തീർന്നിരിക്കുന്ന സംഭവം. ബ്ലഡ് കിട്ടാനില്ല, ആളുകൾ വരുന്നില്ല. കാരണം ഈ ക്ഷീണം ഇതൊക്കെ കാരണം കൊണ്ട് ആളുകൾക്ക് ബ്ലഡ് കൊടുക്കുമ്പോൾ ഇനി അതിനേക്കാളേറെ ക്ഷീണം വന്ന് ഇനി വല്ല കുഴഞ്ഞു വീഴേ അങ്ങനെയൊക്കെയുള്ള പേടി കാരണം കൊണ്ട് പലരും ബ്ലഡ് കൊടുക്കാൻ വരുന്നില്ല. ഈ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിലെ പല ശസ്ത്രക്രിയകൾക്കും പല കാര്യങ്ങൾക്കൊക്കെ അത് നടത്താനായിട്ട് ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബ്ലഡ് കിട്ടാത്ത കാരണം കൊണ്ട്. അപ്പോൾ അത് പല ശസ്ത്രക്രിയകളും നടക്കുന്നില്ല. ഈ പരീക്ഷ, എക്സാം ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അതുകൊണ്ടൊക്കെ തന്നെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും ഒക്കെ ബ്ലഡ് കൊടുക്കുന്ന, സ്ഥിരമായിട്ട് ബ്ലഡ് കൊടുക്കുന്ന ആളുകളൊക്കെ വരുന്നവരിൽ വലിയ ഗണ്യമായ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ DYFI തീർച്ചയായിട്ടും പൊതിച്ചോറ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജിലൊക്കെ കൊടുക്കുന്ന ഒരു പരിപാടിക്ക് ശേഷം DYFI ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ബ്ലഡ് കൊടുക്കുക. അതായത് ബ്ലഡ് മെഗാ ക്യാമ്പ്. അപ്പോൾ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച്, 2 ക്യാമ്പ് സംഘടിപ്പിച്ച്, എന്നിട്ട് 1000 യൂണിറ്റ് ബ്ലഡ് കൊടുക്കുക. അതാണ് DYFI ഏറ്റെടുത്തിട്ടുള്ള ഒരു വലിയ ദൗത്യം. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ ചാലക്കുടിയിൽ നിന്നും ഏകദേശം 60ഓളം വരുന്ന DYFI പ്രവർത്തകർ മെഡിക്കൽ കോളേജിലേക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട് പോയി. ഇത് ഈ ബ്ലഡ് കൊടുക്കാൻ പോയി എന്നുള്ള സംഭവം അതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക കൂടി ചെയ്യുക എന്ന് പറയുമ്പോൾ DYFI ഏറ്റെടുത്തിരിക്കുന്ന ഒരു സംഭവം അത് മാനവികതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വലിയ സന്ദേശം നൽകുന്ന പരിപാടിയാണ്. നമ്മൾ DYFI, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ DYFI ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. DYFI വളരെയധികം വിമർശിക്കുന്ന തരത്തിലേക്ക് പലപ്പോഴും ഞാൻ കടന്നു തന്നിട്ടുണ്ട്. പക്ഷേ DYFI ഏറ്റെടുത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 2 പരിപാടികളായിരുന്നു. ഒന്ന് ഈ പൊതിച്ചോറ് കൊടുക്കുന്ന സംഭവം, രണ്ടാമത് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ള ഈ ബ്ലഡ് കൊടുക്കുന്ന, ബ്ലഡ് ബാങ്കിലേക്ക് ബ്ലഡ് കൊടുക്കുന്ന. നിങ്ങൾക്കറിയാം, 1000 യൂണിറ്റ് ബ്ലഡ് സംഘടിപ്പിക്കുക എന്ന് പറയുന്ന നിസ്സാര സംഭവമാണ്. പക്ഷേ DYFI വിചാരിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരു സംഭവമാണ്. ചാലക്കുടിയിലെ DYFIയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 60ഓളം വരുന്ന യുവാക്കൾ ഇന്ന് കാലത്ത് ഒരു 7:30-8 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേർന്ന് അവർ ചാലക്കുടി നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി ബിജു എസ് ചെറിയത്തിൻ്റെ ടീഷർട്ടുകൾ അണിഞ്ഞുകൊണ്ട് ഈ യുവാക്കൾ ബ്ലഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് അവർ ഈ ഏകദേശം 60ഓളം വരുന്ന യുവാക്കൾ ഈ ബ്ലഡ് ബാങ്കിലേക്ക് ബ്ലഡ് കൊടുത്തു. അത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ബിജു എസ് ചെറിയത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി ഏറ്റെടുക്കുമ്പോൾ ഇതെനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏതെങ്കിലും യുവജന സംഘടന ഇങ്ങനെ ഒരു പരിപാടി ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം രക്തം കൊടുത്തുകൊണ്ട്, അതാണ് നമ്മുടെ രക്തം കൊടുത്തുകൊണ്ട്, ഞങ്ങളുടെ രക്തം കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രക്തം കൊടുക്കുന്ന പരിപാടി പ്രചരണ പരിപാടിയായിട്ട് മാറ്റിയിരിക്കുകയാണ് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ DYFI. DYFIയുടെ ചാലക്കുടി ബ്ലോക്ക് പ്രസിഡന്റ് VJ വില്യംസ്, ജ്യോതിഷ് ശുബ്രൻ, നിതിൻ പുല്ലൻ, അമൃത സുരേഷ്, അശ്വതി പ്രിൻസ്, സാംസൺ ആന്റണി, അമൽ തുടങ്ങിയവരാണ് ഈ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തത്. തീർച്ചയായിട്ടും വലിയ ഒരു നന്മയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം അത് വലിയ ഒരു മാനവികതയുടെ ഒരു വലിയ മനുഷ്യ നന്മയിലേക്ക് നയിക്കുന്നു. ഒരുപാട് പ്രചരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പ്രചരണങ്ങൾ, ഫ്ലക്സ് ബോർഡുകൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ഹോർഡിങ്ങുകൾ, വലിയ സംഭവങ്ങളൊക്കെ കാണാം. പക്ഷേ ഈ സ്ഥാനാർത്ഥി പരാജയപ്പെടുകയോ വിജയിക്കുകയോ എന്തു ചെയ്തോട്ടെ, പക്ഷേ ചാലക്കുടിയിലെ DYFI പ്രവർത്തകർ നടത്തിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം മനസ്സിൽ ചേർത്ത് വെക്കുന്നതാണ്, ഹൃദയത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നതാണ്. ചരിത്രത്തിനുള്ളിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നും വ്യത്യസ്തമായി നിലകൊള്ളും എന്ന് മാത്രമാണ് പറയാനുള്ളത്. DYFIയുടെ ഇത്തരം പരിപാടികൾ ഇനിയും ഉണ്ടാകട്ടെ. DYFI മനുഷ്യ നന്മ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കട്ടെ. ചാലക്കുടിയിലെ DYFI ബ്ലോക്ക് കമ്മിറ്റിക്കും പ്രവർത്തകർക്കും രക്തം കൊടുത്തവർക്കും 1000 അഭിവാദനങ്ങൾ. നമസ്കാരം, ഞാൻ ഡോക്ടർ സജിത്ത് വിളമ്പിൽ. ഇത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രക്തബാങ്കാണ്. DYFIയുടെ 3ാമത് മെഗാ രക്തദാന ക്യാമ്പ് കഴിഞ്ഞ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ആരംഭിച്ചിരുന്നു. 1000 രക്ത യൂണിറ്റുകളെങ്കിലും തരാം ഈ ബ്ലഡ് ബാങ്കിലെ രോഗികൾക്കായിട്ട് എന്നുള്ളതായിരുന്നു അതിൽ തീരുമാനിച്ചിരുന്നത്. ആ യജ്ഞം തുടരുകയാണ്. ഇന്നിവിടെ നമ്മളോടൊപ്പം ഉള്ളത് DYFI ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റിയാണ്. അവർ രാവിലെ 60ഓളം രക്തദാതാക്കളാണ് ഇവിടെ എത്തി രക്തം ദാനം ചെയ്യുന്നത്. ഏതാണ്ട് 1000-ലധികം യൂണിറ്റുകളിലേക്ക് ഈ മാർച്ച് തീരുമ്പോഴേക്കും DYFIയുടെ ജില്ലാ ഘടകത്തിന്റെ നേതൃത്വത്തിൽ പല ബ്ലോക്കുകളിൽ നിന്നും മേഖലകളിൽ നിന്നും രക്തദാതാക്കൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മാർച്ച്, ഏപ്രിൽ എന്നത് രക്തത്തിന് ദൗർലഭ്യം നേരിടുന്ന ഒരു ഘട്ടം കൂടിയാണ്. അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ക്യാമ്പ് നടത്തില്ല, എക്സാം ആണ്. പിന്നെ നോമ്പുകാലമാണ്, വേനലാണ്, പലതരം ബുദ്ധിമുട്ടുകളുണ്ട്. തൃശ്ശൂരിൽ നിന്നും പാലക്കാട് നിന്നും മലപ്പുറത്ത് നിന്നും വരുന്ന നിർധനരായ രോഗികൾക്ക് അവർക്ക് താങ്ങും തണലുമായി DYFIയുടെ ഈ രക്തദാന ക്യാമ്പ് എത്രയധികം ഉപകരിക്കുമെന്ന് വാക്കുകൾക്ക് അതീതമാണ്.
ഇന്ന് ഇവിടെ വന്ന ഡിവൈഎഫ്ഐ ചാലക്കുടി ബ്ലോക്കിനും ഡിവൈഎഫ്ഐ ജില്ലാ ഘടകത്തിനും ഇതിന് സുമനസ്സോടെ വന്ന എല്ലാ രക്തദാതാക്കൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഡിവൈഎഫ്ഐയുടെ 3ാമത് മെഗാ രക്തദാന ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് എത്തിയിരിക്കുന്നത് ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റി മെമ്പേഴ്സ് ആണ്. ഒരുപാട് പേര് രക്തം കൊടുക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ എത്തുന്ന സാധാരണക്കാരായ രോഗികൾക്ക് അത് വലിയ ഉപകാരമായിരിക്കും. അപ്പൊ ഈ ബ്ലോക്ക് കമ്മിറ്റിയിലെ ഓരോ മെമ്പേഴ്സിനും ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള നന്ദിയാണ്.